നമസ്കാരം. ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം. ഇടവൻ രാശി കാർത്തിക മുക്കാൻ, രോഹിണി, മകയിരമര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ഇടവൻ രാശി. 2026 ജൂൺ മാസത്തിൽ ഇടവൻ രാശിയുടെ രാശിയധിപനും 6ാം ഭാവാധിപനുമായ ശുക്രനും അഷ്ടമാധിപനായ വ്യാഴവും 2, 3 എന്നീ ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ജന്മത്തിൽ സൂര്യനും സ്ഥിതി ചെയ്യുന്നു. കണ്ണിനും സ്കിന്നിനും അസുഖങ്ങൾ ഉണ്ടാകാം. ഈ സമയത്ത് ടെൻഷൻ കൂടാതിരിക്കാൻ ശ്രദ്ധിക്കുക. 5ാം ഭാവാധിപനായ ബുധൻ ജൂൺ 22 വരെ 2ാം ഭാവത്തിലും ശേഷം 3ാം ഭാവത്തിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ജൂൺ 22 വരെ വിദ്യാർത്ഥികൾക്ക് വളരെ ഗുണകരമായ അനുഭവങ്ങൾ ഇത് നൽകും. പരീക്ഷാ വിജയം, ഇൻ്റർവ്യൂകളിൽ വിജയം, അതുനിമിത്തമുള്ള മനസ്സന്തോഷം എന്നിവ അനുഭവിക്കാൻ കഴിയും. പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജൂൺ 22 മുൻപ് ചെയ്തിരിക്കണം. സ്കോളർഷിപ്പുകൾ ലഭിക്കാനുള്ള അവസരം കൂടിയാണ്. പഠനപരമായ കേസുകൾ കൊടുത്തിരിക്കുന്നവർക്ക് വിജയം ലഭിക്കും. വിദേശ പഠനത്തിന് അനുമതിയും ലഭിക്കും. 10ാം ഭാവാധിപനായ ശനി അഭീഷ്ട സ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് അധികാരങ്ങളും പ്രശസ്തിയും തൊഴിൽ സ്ഥലത്ത് ലഭിക്കും. അപ്രതീക്ഷിതമായി ധനം കയ്യിൽ വന്നു ചേരും. തൊഴിൽ സ്ഥലത്തു നിന്നും കിട്ടാതെ കിടന്ന കുടിശ്ശിക പണം ലഭിക്കും. ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയുന്ന സമയമാണ്. 7ാം ഭാവാധിപനായ ചൊവ്വ 12ാം ഭാവത്തിൽ സ്വക്ഷേത്രത്തിൽ നിൽക്കുന്നു. ഇത് ബിസിനസ്സുകാർക്ക് നല്ല ഫലങ്ങൾ തന്നെയാണ് കൊടുക്കുന്നത്. വിദേശത്തു നിന്ന് ധാരാളം ഓഫറുകൾ ലഭിക്കും. പക്ഷേ പാർട്ട്നേഴ്സിനെ ശ്രദ്ധിക്കണം. ചിലവുകൾ വർദ്ധിക്കുകയും ചെയ്യും. വിദേശത്ത് ബിസിനസ്സുകൾ തുടങ്ങാൻ പറ്റിയ സമയമാണ്. പ്രണയിക്കുന്നവർക്ക് സമയം അനുകൂലമാണ്. പരിഭവങ്ങൾ മറക്കാനുള്ള അവസരം കൂടിയാണ്. ദമ്പതികൾക്ക് അത്ര അനുകൂലമല്ല സമയം, എന്നാൽ വലിയ കുഴപ്പമില്ലാതെ കടന്നു പോകും. വിവാഹം ആലോചിക്കുന്നവർ പങ്കാളിയുടെ സ്വഭാവത്തെപ്പറ്റി അന്വേഷിക്കണം. ജൂൺ 2 വ്യാഴം നിങ്ങളുടെ 3ാം ഭാവത്തിലേക്ക് ഉച്ചസ്ഥനായി രാശി മാറുന്നു. ഇത് നിങ്ങളുടെ ധൈര്യവും തൻ്റെ ഇടവും വർദ്ധിപ്പിക്കുന്നു. സഹോദര സഹായം ലഭിക്കുന്നു. ആഭരണങ്ങളും വിശേഷ വസ്ത്രങ്ങളും ലഭിക്കുന്ന സമയമാണ്. അങ്ങനെ 2026 ജൂൺ മാസം നിങ്ങൾക്ക് അനുകൂല ഫലങ്ങൾ നൽകുന്നു.